ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 26, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിഎസ് കറണ്ട് അഫേഴ്സ്. നമ്മുടെ ലൈഫിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ എന്നും സമയം കണ്ടെത്തിയേ പറ്റൂ. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് കൂടുതലായിട്ട് സമയം ചിലവഴിച്ചേ പറ്റൂ. എന്നാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരും അതുപോലെ തന്നെ സമയം കണ്ടെത്തിക്കൊണ്ട് പഠിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും വിജയിക്കുകയും ചെയ്യും. ജെഡിഎസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് ഓഗസ്റ്റ് 26 നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിങ്: ചീഫ് ഓഫ് ഇൻറ്റിഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് ടു അറ്റൻഡ് ചീഫ് ഓഫ് ഡിഫൻസ് കോൺഫറൻസ് 2025. 2025 ചീഫ് ഓഫ് ഡിഫൻസ് കോൺഫറൻസിൽ ചീഫ് ഓഫ് ഇൻറ്റിഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് പങ്കെടുക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 വാർഷിക ചീഫ് ഓഫ് ഡിഫൻസ് കോൺഫറൻസ് 2025 ഓഗസ്റ്റ് 26 മുതൽ 2025 ഓഗസ്റ്റ് 28 വരെ ഏത് രാജ്യത്താണ് നടക്കുക? തായ്ലൻഡിലാണ് ഈ പ്രാവശ്യത്തെ ഡിഫൻസ് ഓഫീസേഴ്സിൻ്റെ, അതായത് ചീഫ് ഓഫ് ഡിഫൻസ് കോൺഫറൻസ് നടക്കാൻ പോകുന്നത്. എല്ലാ വർഷവും നടക്കുന്ന ഒരു കോൺഫറൻസ് ആണ് ചീഫ് ഓഫ് ഡിഫൻസ് കോൺഫറൻസ്. ഈ പ്രാവശ്യം ഇത് തായ്ലൻഡിലാണ്, ഓഗസ്റ്റ് 26 മുതൽ ഓഗസ്റ്റ് 28 വരെ. 2025 വാർഷിക ചീഫ് ഓഫ് ഡിഫൻസ് കോൺഫറൻസിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ആരാണ്? ഇൻറ്റിഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് ചീഫ് എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത്. ഇപ്പോഴത്തെ ചീഫ് ഓഫ് ഇൻറ്റിഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് ആണ് എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത്. എയർഫോഴ്സ് ഓഫീസർ ആയിട്ടുള്ള അശുതോഷ് ദീക്ഷിത് ആണ് ഈ പ്രാവശ്യത്തെ ആനുവൽ ചീഫ് ഓഫ് ഡിഫൻസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നത്. 2025 വാർഷിക ചീഫ് ഓഫ് ഡിഫൻസ് കോൺഫറൻസ് ഏതൊക്കെ രണ്ട് സംഘടനകളാണ് സംഘടിപ്പിക്കുന്നത്? US ഇൻഡോ പസഫിക് കമാൻഡ് ആൻഡ് റോയൽ തായ് ആംഡ് ഫോഴ്സ്. ഈ ഒരു കോൺഫറൻസ് ഇത് നടക്കുന്നത് തായ്ലൻഡിലാണ്. തായ്ലൻഡിലെ റോയൽ തായ് ആംഡ് ഫോഴ്സ്, ഒപ്പം തന്നെ US ഇൻഡോ പസഫിക് കമാൻഡ് എന്നീ രണ്ട് സംഘടനകൾ ആണ് ഇതിനുവേണ്ടി, ഈ ഒരു കോൺഫറൻസിന് വേണ്ടി ആതിഥ്യം വഹിക്കുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ മാരിടൈം വീക്ക് ടു ബി ഹെൽഡ് ഇൻ മുംബൈ. ഇന്ത്യ മാരിടൈം വീക്ക് മുംബൈയിൽ നടക്കും. ഇത് മാരിടൈം ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒക്ടോബർ 27 മുതൽ 31 വരെ ഇന്ത്യ മാരിടൈം വീക്ക് എവിടെയാണ് നടക്കുക? മുംബൈയിലാണ്. വരാൻ പോകുന്ന ഒക്ടോബറിൽ 27 to 31 ആ ഒരു ദിവസങ്ങളിൽ ഇന്ത്യ മാരിടൈം വീക്ക് നടക്കാൻ പോകുന്നത് ഇത് മുംബൈയിലാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ആയിരിക്കുമല്ലോ. കാരണം പല രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെത്തുകയും ഇന്ത്യയിലെ പോർട്ട്, അതുപോലെ തന്നെ ഷിപ്പിംഗ്, വാട്ടർവേസ്, ജലപാതകൾ, ഇവയുടെ പുരോഗമനം, ഇതെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള മാരിടൈം വീക്ക്. ഈ പ്രാവശ്യം ഇത് മുംബൈയിലാണ്. ഒക്ടോബർ 27 മുതൽ 31 വരെ നടക്കുന്ന ഇന്ത്യ മാരിടൈം വീക്കിൽ ഇന്ത്യയുമായി എത്ര രാജ്യങ്ങൾ പങ്കാളികളാകും? 7 രാജ്യങ്ങൾ. പാർട്ട്ണർ കൺട്രീസ് ആയിട്ട് പങ്കെടുക്കുന്ന രാജ്യങ്ങൾ 7 രാജ്യങ്ങളാണ്. ഡെൻമാർക്ക്, UAE, സൗത്ത് കൊറിയ, ജപ്പാൻ, നെതർലാൻഡ്, നോർവേ, സിംഗപ്പൂർ. ഈ 7 രാജ്യങ്ങൾ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ആണ് ഇന്ത്യ മാരിടൈം വീക്ക്. ഇത് 27 to 31 ഒക്ടോബറിലാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: പ്രൈം മിനിസ്റ്റർ മോദി ടു വിസിറ്റ് ജപ്പാൻ, ചൈന ഫ്രം 29 ഓഗസ്റ്റ് ടു 1 സെപ്റ്റംബർ. പ്രധാനമന്ത്രി മോദി ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 1 വരെ ജപ്പാൻ, ചൈന എന്നിവ സന്ദർശിക്കും. ഇതും ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. കാരണം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ അടുത്ത വിസിറ്റ് ആണ് രണ്ട് രാജ്യങ്ങളിലെ, ഒന്ന് ജപ്പാൻ, മറ്റൊന്ന് ചൈനയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 29 മുതൽ ഓഗസ്റ്റ് 31 വരെ നടക്കുന്ന 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ ഇന്ത്യയിൽ നിന്ന് ആരൊക്കെ പങ്കെടുക്കും? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് 15ാമത്തെ ഇന്ത്യ ജപ്പാൻ ആനുവൽ സമ്മിറ്റ്. ഇത് ഓഗസ്റ്റ് 29 മുതൽ ഓഗസ്റ്റ് 30 വരെയാണ്. 4 ഡേയ്സിന്റെ ഒരു ഒഫീഷ്യൽ വിസിറ്റ് ആണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ജപ്പാനിലേക്ക്. ജപ്പാന്റെ നിലവിലെ പ്രധാനമന്ത്രി ആരാണ്? ഷിഗേരു ഇഷിബ. ആദ്യമായിട്ടാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുമായിട്ടുള്ള ഒരു ചർച്ച നടക്കാൻ പോകുന്നത് ജപ്പാനിൽ. ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇദ്ദേഹം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജപ്പാനിൽ വന്നിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ആണ് ഷിഗേരു ഇഷിബ. 2025 ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 1 വരെ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഏത് രാജ്യം സന്ദർശിക്കുന്നു? ചൈന.
ചൈനയിലാണ് ഇപ്രാവശ്യത്തെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ സമ്മിറ്റ് SCO സമ്മിറ്റ്. ഇത് ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 1 വരെയാണ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കുള്ളൂ SCO മീറ്റിംഗ്. കാരണം US-ന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡബിൾ ടാരിഫ്, പുതിയൊരു കമേഴ്സ്യൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ചർച്ചകൾ വരാൻ സാധ്യതയുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കുള്ളൂ SCO മീറ്റിംഗ് ഈ പ്രാവശ്യത്തെ. SCO മീറ്റിംഗ് ഓഗസ്റ്റ് 31 ടു സെപ്റ്റംബർ 1 വരെ നടക്കാൻ പോകുന്നത് ചൈനയിലെ ടിയാൻജിനിലാണ്. SCO കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്സിന്റെ അധ്യക്ഷസ്ഥാനം ഇന്ത്യ വഹിച്ച വർഷം 2022-23. ഇന്ത്യ 2017 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. 2022-23 ആ ഒരു കാലയളവിൽ ഇന്ത്യയായിരുന്നു ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ആ ഒരു പ്രസിഡൻസി സ്ഥാനം വഹിച്ചിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ഹെഡിംഗ് ആണ് നിയർലി 6 lakh പീപ്പിൾ ഇവാക്യുവേറ്റഡ്, എയർപോർട്ട്സ് ക്ലോസ്ഡ് അഹെഡ് ഓഫ് ടൈഫൂൺ കജിക്കി ലാൻഡ്ഫോൾ. ടൈഫൂൺ കജിക്കിയുടെ കരയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഏകദേശം 6 ലക്ഷത്തോളം ആളുകളെ ഒഴിപ്പിച്ചു, വിമാനത്താവളങ്ങൾ അടച്ചു. ഇതും ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. ടൈഫൂണുമായി ബന്ധപ്പെട്ട് ചുഴലിക്കാറ്റ് രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. കജിക്കി എന്ന് പറയുന്ന ചുഴലിക്കാറ്റ്, ഇത് വളരെ വിനാശകരമായിട്ടുള്ള ചുഴലിക്കാറ്റാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. മണിക്കൂറിൽ 166 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കുന്ന ടൈഫൂൺ കജിക്കി ഏത് രാജ്യത്താണ് വീഴാൻ പോകുന്നത്? വിയറ്റ്നാം എന്ന രാജ്യത്താണ് ഇപ്പോൾ വരാൻ പോകുന്ന, അതായത് ആഞ്ഞടിക്കാൻ പോകുന്ന 166 കിലോമീറ്റർ പെർ ഹവറിൽ ആഞ്ഞടിക്കാൻ പോകുന്ന ആ ഒരു ടൈഫൂൺ, ആ ഒരു ചുഴലിക്കാറ്റ്. 166 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത് വളരെ സ്പീഡ് ആണ്. എന്തും നശിപ്പിക്കാൻ സാധിക്കുന്ന ലെവലിലുള്ള ഒരു വിനാശകരമായിട്ടുള്ള ഒരു ചുഴലിക്കാറ്റാണ് കജിക്കി എന്ന് പറയുന്ന ഈ ചുഴലിക്കാറ്റ് രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. ഈ വർഷത്തെ 13ാമത്തെ ടൈഫൂൺ കജിക്കി ഏത് കടലിലാണ് രൂപപ്പെട്ടത്? ദക്ഷിണ ചൈന കടൽ, സൗത്ത് ചൈന സീയിലാണ്. 2025 13ാമത്തെ ടൈഫൂൺ ആണ്, 13ാമത്തെ ചുഴലിക്കാറ്റാണ് ഇപ്പോൾ രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. കജിക്കി എന്ന് പറയുന്ന ഈ ഒരു ചുഴലിക്കാറ്റ് സൗത്ത് ചൈന വഴി ഇതിപ്പോൾ വിയറ്റ്നാമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന വിയറ്റ്നാം എന്ന രാജ്യത്ത് ഏതാണ്ട് ഇപ്പോൾ 1.5 ലക്ഷത്തോളം പാരാമിലിറ്ററി ഫോഴ്സ് എല്ലാം വളരെയധികം ജാഗ്രതയോടെ ഇരിക്കുന്ന ഒരു സമയമാണ്. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വിനാശകരമായിട്ടുള്ള ഒരു ചുഴലിക്കാറ്റാണ് ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നത് വിയറ്റ്നാമിലേക്ക്. ടൈഫൂൺ കജിക്കി ഏത് രാജ്യമാണ് നാമകരണം ചെയ്തത്? ജപ്പാൻ ആണ് ടൈഫൂൺ കജിക്കി എന്ന പേര് നൽകിയിട്ടുള്ളത്. അതായത് ടൈഫൂൺ കജിക്കി എന്ന് പറയുമ്പോൾ ജപ്പാനിൽ ഒരു മത്സ്യത്തിന്റെ പേരാണ്. സ്പിയർ ഫിഷ് അല്ലെങ്കിൽ ഡൊറാഡോ എന്ന് പറയുന്ന ഒരു മത്സ്യമാണ് കജിക്കി എന്ന് പറയുന്ന ഈ ഒരു പേര്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് മീരാബായ് ചാനു വിൻസ് ഗോൾഡ് വിത്ത് 193 kg ലിഫ്റ്റ്. മീരാബായ് ചാനു എന്ന് പറയുമ്പോൾ ഇത് ഇന്ത്യയിലെ ഒരു പ്രൊഫഷണൽ വെയ്റ്റ് ലിഫ്റ്ററാണ്. മീരാബായ് ചാനുവിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. 193 kg ലിഫ്റ്റ് ചെയ്തുകൊണ്ട് സ്വർണം കരസ്ഥമാക്കി. ഏത് ഈവെന്റിലാണ് മീരാബായ് ചാനു ഈ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 25 അഹമ്മദാബാദിൽ നടന്ന കോമൺവെൽത്ത് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ ഭാരോദ്വഹനക്കാരന്റെ പേര് മീരാബായ് ചാനു. ഇന്ത്യയിലെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ വെയ്റ്റ് ലിഫ്റ്ററാണ് മീരാബായ് ചാനു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ അഹമ്മദാബാദിൽ നടന്നിട്ടുള്ള കോമൺവെൽത്ത് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മീരാബായ് ചാനു സ്വർണം കരസ്ഥമാക്കി. 2025 ഓഗസ്റ്റ് 25 നടന്ന കോമൺവെൽത്ത് ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ മീരാബായ് ചാനു ഉയർത്തിയ ആകെ ഭാരം എത്രയായിരുന്നു? 193 kg. ടോട്ടൽ ആയിട്ട് 193 കിലോഗ്രാം ഉയർത്തിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 25, അതായത് ഇന്നലെ, കോമൺവെൽത്ത് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മീരാബായ് ചാനു സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഏത് ഒളിമ്പിക്സിലാണ് മീരാബായ് ചാനു വെള്ളി മെഡൽ നേടിയത്? ടോക്കിയോ ഒളിമ്പിക്സ് 2020. 2020 ടോക്കിയോ ഒളിമ്പിക്സിലാണ് മീരാബായ് ചാനു വെള്ളി കരസ്ഥമാക്കിയിട്ടുള്ളത്. 2020 ടോക്കിയോ ഒളിമ്പിക്സ് ശരിക്കും നടന്നിട്ടുള്ളത് 2021. കാരണം കോവിഡുമായി ബന്ധപ്പെട്ട് 2020 നടക്കുന്ന ആ ഒളിമ്പിക്സ് പിന്നീട് അത് 2021 നടന്നിട്ടുള്ളത്. 2021 ജൂലൈ 26 മീരാബായ് ചാനു ഇന്ത്യക്ക് വേണ്ടി സിൽവർ കരസ്ഥമാക്കിയിട്ടുള്ളത്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജേർണലിസ്റ്റ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.